ഞാൻ ഉറങ്ങുന്നത് കാണിക്കരുത്. ഇന്നാണെങ്കിൽ ഏട്ടൻ സൂപ്പർ ഡ്രൈവിന്റെ പരസ്യമാണ്, ഭയങ്കര സെലക്റ്റീവ് ആണ്. എങ്ങനെയുണ്ട്, ഇഷ്ടമായ? ഹോൾ സെറ്റിന് അവർ 15K ആണ് ചാർജ്. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. ഇന്ന് ഞങ്ങൾ അസീമ മോളിലാണ് പോകുന്നത്. ഈ അസീമ മോളിൽ ഞങ്ങൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മോളാണ് കേട്ടോ. വളരെ ചുരുക്കം അല്ലേ, ഒരു 1-2 തവണയൊക്കെ പോയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് അസീമ മോളിൽ എന്താണ് പ്രത്യേകത? അവിടെ ഇന്ന് സ്ട്രീറ്റ് ഫുഡ് കുവൈറ്റിന്റെ ഒരു ഈവന്റ് നടക്കുന്നുണ്ട്. അപ്പം നമ്മളതൊന്ന് കവർ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പം അവിടുത്തെ ഇവന്റ്സ് എത്രത്തോളം ആക്റ്റീവ് ആണെന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും ഒന്ന് പോയി നോക്കാം. കാണിക്കാൻ മാത്രം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വെൽക്കം ടു പ്രിയങ്ക പ്രജിത് വ്ലോഗ്സ്. സോ ഞങ്ങൾ അസീമ മോളിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഒത്തിരി ദൂരമുണ്ട്. ഇത് ഷർക്ക് എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് ഈ മോൾ ഇരിക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ആണ്. എന്താണെന്നറിയില്ല, ഫ്രൈഡേ ഒരു ചെറിയ തിരക്കൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇന്ന് എന്തെന്നില്ലാത്ത തിരക്കാണ്. കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഈ എല്ലാ ലെയിൻസും തിരക്കിലാണ്. ഇത്രയും തിരക്ക് എന്താന്ന് ഒരു ഐഡിയ ഇല്ല. കുറെ നേരം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുവാണ്. നീങ്ങുന്നുണ്ട്, പക്ഷെ എന്തോ എവിടെ നിന്നൊക്കെയോ ഒരു എന്താ പറയാ ബ്ലോക്ക് പോലെ ഉണ്ട് അല്ലേ. എന്താ സംഭവം? പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. ആക്സിഡന്റ് കേസ് ഒന്നും അല്ല, പക്ഷെ ഭയങ്കര തിരക്ക്. ആക്സിഡന്റ് കേസ് ആണെങ്കിൽ ഈ സമയം കൊണ്ട് ഞാൻ അറിയില്ല കേട്ടോ, വല്ലതും ക്ലിയർ ആയതാണോ എന്നുള്ളത് അല്ലേ. ഈ കാണുന്നതാണ് ഈ അസീമ മോളുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ബിൽഡിംഗ്. ഇത് സെപ്പറേറ്റ് ആയിട്ടാണുള്ളത് ഈ മോളിന്റെ നെക്സ്റ്റ് ബിൽഡിംഗ് അല്ലേ. പക്ഷേ ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന ട്രാഫിക് ഒക്കെ ക്രോസ് ചെയ്യണം. സോ അതിനുള്ളൊരു വെയിറ്റിങ്ങിലാണ് ഞങ്ങളിപ്പോൾ. ഫൈനലി നമ്മൾ പാർക്കിംഗ് ബിൽഡിങ്ങിന്റെ അകത്ത് എത്തി. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് എന്നിട്ട് വേണം ഇനി ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് അല്ലേ, സ്ട്രീറ്റ് ഫുഡ് കുവൈറ്റ് അവരുടെ ഇവന്റ് എവിടെയാന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം. ഈ മോളിന്റെ അകത്താണോ അതോ ഇനി വല്ല ഔട്ട്ഡോർ സ്പേസിലാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഔട്ട്ഡോർ ആവാൻ ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് അത്രയും നല്ല ചൂടുണ്ട്. നല്ല ചൂട് സമയമായതുകൊണ്ട് ഒരിക്കലും അവർ ഔട്ട്ഡോർ വെക്കാൻ ചാൻസ് ഇല്ല അല്ലേ. സോ ഇതൊരു ഇൻഡോർ ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രോബബ്ലി ഒരു ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഉണ്ടാവണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഏത് ഫ്ലോറിലേക്കാട്ടാ പോണ്? ഗ്രൗണ്ടിലേക്കോ? ഗ്രൗണ്ടിൽ നിന്ന് നേരെ നോക്കി വരാല്ലേ. സോ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവന്റ് നടക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ ഇതൊരു ഇവന്റ് ആണെന്നുള്ളത്. ഒരു പ്രത്യേകം ഏരിയയിലൊന്നായിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല അല്ലേ. ഇല്ല, പക്ഷെ ഓപ്പൺ ഏരിയ ആണ്. പക്ഷെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെസിഫിക് ഏരിയ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം.
എന്റെ കണ്ണ് ഉടക്കിയത് ജ്വല്ലറി ഐറ്റംസിലേക്കാണ്. സോ നമുക്ക് കുറച്ച് ജ്വല്ലറി നോക്കാം കേട്ടോ ഇനി. എനിക്കുണ്ട് ഇത് സെയിം. ഈ 2 സാധനവും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് പോസ്റ്റേഴ്സ് ആണ് കേട്ടോ. 15 KD ആണ് പ്രൈസ്. ആൻഡ് സി, ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ബൊക്കെയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു റോസിനൊക്കെ പോലെ കേട്ടോ കാണുമ്പോൾ തോന്നുക. ബട്ട് സി, ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. ഇറ്റ്സ് റോസ് പോസ്റ്റേഴ്സ്. ഇങ്ങനെ കുറെ സെറ്റ് ഉണ്ട്. സോ ഈ ഹോൾ സെറ്റിന് അവർ 15 KD ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? സോ ഞങ്ങള് ഭക്ഷ മാർക്കറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇത് സ്ട്രീറ്റ് ഫുഡ് കുവൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ടാഗ് ചെയ്തപ്പോൾ ഞാൻ കരുതി ഒത്തിരി സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാവുന്നു. പക്ഷെ സ്ട്രീറ്റ് ഫുഡ് ഇല്ല. പകരം നമ്മൾ അന്ന് കണ്ട ഭക്ഷയുടെ സെയിം ഐറ്റംസ് ആണ്. 2-3 സ്റ്റോൾസ് ഒക്കെ സെയിം ആയിരുന്നു. സെയിം ഐറ്റംസും ഒക്കെ. ചില സ്റ്റോൾസ് ഒക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് സ്റ്റേറ്റ്മെന്റ് പീസസ് ഒക്കെ കണ്ടു. സോ ഇനി നമുക്ക് മോളിൽ കറങ്ങാം. ഇവിടെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് പൊതുവെ പുറത്ത് പരിപാടികളൊന്നും ഇല്ല. ഔട്ട് സൈഡ് ഒന്നും ഓർഗനൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം എല്ലാ 3 ദിവസം ഉണ്ടെന്ന് തോന്നുന്നു. വീക്കെൻഡിൽ 3 days ഇവന്റ് നടക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ബാക്കി വീക്കെൻഡ്സിൽ വേറെ ഓരോ സ്ഥലങ്ങളിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ആളുകളെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവന്യൂസിലും പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, അറൗണ്ട് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ അവന്യൂസിൽ പ്രോഗ്രാം കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ പോവാം. ഇറ്റ്സ് നോട്ട് എ ബിഗ് സ്പേസ് ഇവന്റ്, പക്ഷേ കുറച്ച് ഫുഡും സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാം. ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയപ്പം അവിടെ ഇറ്റലിയുടെ ഒരു സ്പെഷ്യൽ ഡെസേർട്ടും പ്ലസ് ജെലാറ്റോ ഐസ്ക്രീംസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് യുണീക്ക് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. സോ ഈ വീക്ക് ആക്ച്വലി ചൈനയുടെയും
വേറെ ഏതൊരു കൺട്രിയുടെ ആണ്. സോ ഇനി അപ്കമിങ് വീക്കെൻഡ്സിലൊക്കെ ഇതേപോലെ ഓരോ കൺട്രീസിൻ്റെ കുസീനാണ് അവിടെ കാണിക്കാൻ പോകുന്നത്. കുസീൻ അല്ല, ഇറ്റ് കുഡ് ബി ഡെസേർട്ട് ഓർ സംതിങ് സ്മോൾ സ്നാക്സ് ഓർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഭക്ഷ്യ ഇവൻറ്റിൻ്റെ ഒരു ഫുൾ വ്യൂ ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. അസീമ മോളുടെ ഹൈലൈറ്റ് ഈ കാണുന്ന ലൈറ്റ്സ് ആണ് അല്ലേ. സോ ഈ മോളിലും സെയിലാണ്. എന്തൊക്കെയാണ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. ചുമ്മാ ഞങ്ങളൊന്ന് കറങ്ങി നോക്കാണ്, മേടിക്കോ ഇല്ലയോന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ സൂപ്പർ ഡ്രൈയിൽ കയറാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നാണെങ്കിൽ ഏട്ടൻ സൂപ്പർ ഡ്രൈൻ്റെ പരസ്യമാണ്. അപ്പോൾ ഏട്ടൻ ട്രയൽ റൂമിൽ പോയിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ഇവിടുത്തെ ടോപ്സൊന്നും അത്ര ഇഷ്ടമായില്ല. ഓക്കെ ഓൺലി ഇടയ്ക്ക് ഏതൊക്കെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴൊന്നും കിട്ടാറില്ല. ഭയങ്കര ഗ്ലിറ്ററി അല്ലെങ്കിൽ ഭയങ്കര ബീഡ്സും സീക്വൻസും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ അധികം ഗേൾസിൻ്റെ ലേഡീസിൻ്റെയൊക്കെ ഔട്ട്ഫിറ്റ്സ്. സോ അധികം ഞാൻ അങ്ങനെ ഇവിടുന്ന് അങ്ങനെ പർച്ചേസ് ചെയ്യാറില്ല. ഇപ്പോൾ ഏട്ടൻ ട്രയൽ റൂമിൽ പോയിട്ടുണ്ട്. നോക്കാം എങ്ങനെയുണ്ട്, മേടിക്കോ ഇല്ലയോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങോട്ടൊന്ന് കുറച്ച് നിന്ന് എങ്ങനെയുണ്ട്, ഇഷ്ടമായ? എനിക്കിഷ്ടമായിട്ടോ, കൊള്ളാം. എനിക്ക് ആ ഷർട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഏട്ടൻ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഭയങ്കര സെലക്റ്റീവാണ്. ഇത് ഇഷ്ടമായില്ല ഏട്ടന്? എനിക്കിഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്. ആക്ച്വലി എനിക്ക് ഈ സ്റ്റോറിൽ കയറുമ്പോൾ എപ്പോഴും ഒരു കളർഫുൾ വൈബാട്ടോ. എവിടേക്ക് നോക്കിയാലും കളർഫുൾ ഐറ്റംസാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? കുറേ കറങ്ങി ടയേർഡായി. ഇനി ഫുഡ് ടൈമാണ് അല്ലേ. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഡിന്നർ. സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വന്ന ഞങ്ങൾ എൻ്റെ ഒപ്പം ചെയ്തത് ഇതേ ഇവിടെ ഇരിക്കുന്ന പിസയിലും പിന്നെ ഒരു സാലഡിലുമാണ്. അപ്പോൾ കഴിക്കട്ടെ. എന്നും കാണിക്കുന്ന പിസയാണ്, എന്നാലും ഇതൊന്ന് കാണിച്ചു തന്നേക്കാം അല്ലേ. ഏട്ടാ അൺബോക്സ് ചെയ്യൂ നമ്മുടെ പിസയും സാലഡും. That's our salad. Garlic bread.
ഇവിടെ സാലഡ് അവർ തന്നെയാണ് സെറ്റ് ചെയ്ത് തരുന്നത്. നമ്മുടെ അവിടെ അൽക്കുത്ത് മോളില് പിന്നെ അതുപോലെ വേറെ നമ്മളെ സീസണിട്ട് പോകത്തില്ലേ, അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ എടുക്കാം സാലഡ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവരോട് പറയാം, അവരത് നമുക്ക് എടുത്തു തരും. പക്ഷെ നമ്മൾക്ക് മറ്റേ അൽക്കൂത്ത് മോളിലാണെങ്കിൽ ക്വാണ്ടിറ്റി ഒന്നും അവരൊന്നും പറയുന്നില്ല, നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇതും അങ്ങനെയാണോ എന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. സാധാരണക്കാട്ടി കുറച്ചും കൂടെ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഭക്ഷ ഗ്ലാമർ മോറോ, ഭക്ഷ ഗ്ലാമർ മോർ എന്നായിരുന്നു ഞങ്ങൾ ഇവന്റിന്റെ പേര് കണ്ടത്. സോ വി തോട്ട് ഭക്ഷ അന്ന് ഞങ്ങൾ പോയ ഇവന്റ് ആയിരിക്കുന്നു. അതുപോലെ ഫുഡും പ്ലസ് ഇങ്ങനത്തെ എന്താ പറയാ എക്സിബിഷനും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക, മോളിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു ചെറിയൊരു സ്പേസിലുള്ള ഒരു ഇവന്റ് ആവുമെന്നാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇന്ന് രസമുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ കണ്ടു. ഇറ്റ്സ് വെരി നൈസ്. കുറേ സ്റ്റേറ്റ്മെന്റ് പീസും സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് എന്താ പറയാ വന്നത് ഒരു എന്താ പറയാ അയ്യോ വേസ്റ്റ് ആയ പോയില്ലൊന്നും ഞങ്ങൾക്കൊരു ഫീലൊന്നുമില്ല. പിന്നെ അസീമ മോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം, എനിക്കൊന്ന് ലാസ്റ്റ് ഒരു ഫെബിലോ അങ്ങനെയൊക്കെ എപ്പോഴാണെന്ന് തോന്നുന്നു വന്നതല്ലേ, ഒരു നാഷണൽ ഡേയുടെ ടൈമിൽ വന്നതാണ്. ഞങ്ങൾ ഈ മോളിൽ അധികം അങ്ങനെ വരാറില്ല. സോ വി ജസ്റ്റ് എന്താ പറയാ ഒന്ന് കറങ്ങി അടിച്ച് കുറേ സംഭവങ്ങളൊക്കെ കണ്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. സോ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു പ്രിയങ്ക പ്രജിത് വ്ളോഗ്സ്. ഗുഡ് നൈറ്റ്.